പിങ്ക് ബസ് ഇവിടെ എല്ലാവർക്കും സൗജന്യമായിട്ട് അല്ലേ, സ്ത്രീകൾക്ക് സൗജന്യമായിട്ടുള്ള ബസ്സാണ് പിങ്ക് ബസ്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രം ആ കാര്യങ്ങളിലൊക്കെ കിട്ടില്ല. തമിഴ്നാട് 60 വയസ്സായി കഴിഞ്ഞാൽ ആളുകൾക്കും ടിക്കറ്റ് എടുക്കേണ്ടതാണ് തോന്നുന്നത്. പിന്നെ ബസ് ഫെയർ വളരെ കുറവാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ മിനിമം ചാർജ് എത്ര 15-13 ഉണ്ടായിരുന്നു അല്ലേ? ഇവിടെ 5 രൂപയ്ക്കൊക്കെ നമുക്ക്. ഞാൻ ഈ ഇവിടുന്ന് ബസ്സിൽ കയറി പോകുമ്പോഴേ എനിക്കറിയാം ഇത്ര സ്ഥലത്ത് പോകണം. ഞാൻ 20ഉം 50ഉം ഒക്കെ എടുത്ത് കൈ വെച്ചിരിക്കുന്നത്. 20ഒക്കെ കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ നോക്കും. ഇവര് ബാക്കി ഇനി ചോദിക്കും. അതാ നോക്കുമ്പോ ബാക്കി 10 രൂപ 15 രൂപ തിരിച്ചു തരുന്നല്ലോ. 5 രൂപയ്ക്ക് ആകത്തുള്ള ടിക്കറ്റ്. മരുഭൂമിയിലെ പച്ചപ്പ് പോലെ കുറച്ച് ഭാഗത്ത് ഇതുപോലെ കൃഷി ഉണ്ടല്ലേ, ബാക്കിയെല്ലാം തരിശു ഭൂമികളല്ലേ ഇവിടെ. തെങ്കാശി കണക്കത്തുള്ള ഒരു ഫീൽ നിന്നാട്ട് കിട്ടുന്നില്ല. തരിശു ഭൂമിയാണ് കൂടുതൽ. അത് സർക്കാരിന്റെ ആണ്, അതുകൊണ്ടാണ് അതങ്ങനെ കിടക്കുന്നതെന്ന് തോന്നുന്നു. ഭൂമികളല്ലേ. ഇതൊക്കെ ആൾക്കാർക്ക് അവരങ്ങ് കൃഷി ചെയ്യും. പക്ഷെ ഇവിടെ ആൾക്കാർക്ക് ഭൂമി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും ഇവിടെ കൃഷി ചെയ്യും. കണവായി പട്ടി. ഇനി അങ്ങോട്ട് കുറെ പട്ടികളുടെ പേര് കേൾക്കാൻ ഭയങ്കര രസമാണ്. നമ്മളൊരു ഊരിൽ കൂടെയാണ് പോണല്ലേ. ഇത് ഈ പട്ടി എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ എല്ലാ സ്ഥലത്തിന്റെ പേരും സേതപ്പട്ടി, സ്ലാംപട്ടി എല്ലാം ലാസ്റ്റിൽ പട്ടി എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ അങ്ങനെ ഈ ചെറിയ ചെറിയ ഗ്രാമങ്ങളെയാണെന്ന് തോന്നുന്നു ഇവിടെ പട്ടി എന്ന് പറയുന്നത് ചേർത്ത് പറയുന്നത്. അവിടെ ഇവിടെ എന്തോ കത്തി വയല് കത്തി പിടിച്ചാണെങ്കിൽ പുക. അതാ മഞ്ഞ. പിന്നെ കത്തിയതല്ല പറയാൻ പറ്റത്തില്ല. മഞ്ഞ് ഇവിടെ ഞാൻ ഒരു തവണ വന്നപ്പോഴത്തേക്കും കുറച്ചു നേരത്തേക്കും മേഘം അങ്ങ് ഇറങ്ങി കിടക്കുക. കട്ടാണ് ഇതിൽ കട്ട മേഘം. അടുപ്പ ഞാൻ ആദ്യം കരുതി പുകയായിരിക്കുന്നു. പക്ഷെ അത് മഞ്ഞാണോ അതോ ഈ മേഘം? തണുപ്പൊന്നും അത്ര ഇല്ല, ഏകദേശം ഈ തണുപ്പൊക്കെ ഉള്ളു. പക്ഷെ ഇങ്ങനെ കട്ടയ്ക്ക് ഒരു സെറ്റ് ഇങ്ങനെ നീളത്തിന് വന്ന് ഇടം കിടപ്പുണ്ടായിരുന്നു. ഇവിടെ നിന്ന് കൊടൈക്കനാൽ വെറും 91 കിലോമീറ്റർ ഉള്ളല്ലേ. 2 മണിക്കൂർ കൊണ്ട് എത്താം. അല്ല 3 മണിക്കൂർ അല്ലേ. ഈ പോണ ബൈക്ക് കയറി കണ്ട. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം നമ്മളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ഇവരാണ്. സൈഡും തരൂല. എന്നാ ചെറുതായിട്ട് തട്ടിക്കഴിഞ്ഞാൽ അപ്പോഴേ തുടങ്ങും ഏയ് ഹോ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ അടിച്ചാലും അവരങ്ങനെ പോകണം. അതാ ഒരു വണ്ടിക്കകത്ത് എത്ര പേര് നമുക്ക് കയറി പോകാൻ നോക്കൂല. അത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തിരക്കാ ഈ ബൈക്കുകാരെ കൊണ്ട്. ഈ MIT-യിൽ കച്ചവടക്കാരാണെന്ന് തോന്നുന്നു. അവരൊക്കെ ജീവിക്കണം, ശരി തന്നെയാണ്. പക്ഷെ എന്നാലും ഈ വലിയ വണ്ടി പോകുന്നവരെ ബുദ്ധിമുട്ടിപ്പിച്ച് അവരൊക്കെ ഒതുങ്ങി പോകാൻ പറ്റുന്നതേ ഉള്ളു. പക്ഷെ പോകൂല. ഫോൺ അടിച്ചാലും ഒറ്റ എണ്ണത്തിന് സൈഡ് മിററും കാണൂല, ഒന്നും കാണൂല. അവരിങ്ങനെ അങ്ങ് പോകും. അവരെല്ലാം കീ കൊടുത്താണക്ക് ചെറിയ റോഡായത് ഓവർടേക്ക് ചെയ്ത് കയറി പോകാൻ നോക്കൂല. കയറി കഴിഞ്ഞാൽ ഇതൊക്കെ എങ്ങോട്ടാണ് വെട്ടിക്കുന്നതെന്ന് ഒന്നും പറയാൻ നോക്കൂല. എല്ലാം മറിഞ്ഞടിച്ച് കാറ്റടിച്ച് മറിഞ്ഞടിച്ച് വീണ് കഴിഞ്ഞാലും നമ്മളെ ഉണ്ടാക്കി കയറും.